നമ്മുടെ ശ്രീനന്ദ ഇനിയൊരു കണ്ണീരോർമ്മയായി. കേരളത്തെ മുഴുവൻ കരയിപ്പിച്ച, നമ്മളോട് വിട പറഞ്ഞു പോയി ശ്രീനന്ദ എന്ന 14 വയസ്സുകാരി. SSLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു. ഏക സഹോദരൻ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. പാലക്കാട്ടു നിന്ന് പോയ ഏകദേശം 100 അംഗ സംഘം അവർ ചിക്കമംഗളൂർ ടൂറിസം സെൻറ്ററിൽ പോയിരുന്നു. 42 പേരടങ്ങിയ സംഘത്തിലായിരുന്നു ശ്രീനന്ദ. മാതാവും പിതാവും ബന്ധുക്കളും ചിറ്റപ്പന്മാരും എല്ലാവരും ഉണ്ട്. പാലക്കാട്ട് ശ്രീനന്ദയുടെ മൃതദേഹം ചിക്കമംഗളൂരിൽ ഇന്നെത്തി. നാട് മുഴുവൻ ആ വീടിൻ്റെ മുമ്പിൽ വന്നുകൂടിയിരിക്കുന്ന കണ്ടു. പലരും തേങ്ങിക്കരയുന്നു. 14 വയസ്സുകാരി 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ചിക്കമംഗളൂരേക്ക് കുടുംബസഹിതം ഒരു ടൂർ പോയത്. കൊച്ച് പഠനത്തിൽ കുറേ വർഷക്കണത്തോളം മെനക്കെട്ടിരുന്ന് പഠിച്ചതിൻ്റെ അവസാനം സാധാരണഗതിയിൽ അവർക്കൊരു റിലീഫ് കിട്ടത്തക്ക രീതിയിൽ കുടുംബങ്ങൾ സഞ്ചരിക്കും. ഇവർ പോയത് ചിക്കമംഗളൂർ ബുധൻഗിരി മല നിരകളിലാണ്. അവിടെ ചിക്കമംഗളൂർ നോർത്ത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ വലിയ ചെങ്കുത്തായ മലനിരകൾ. ആ പ്രദേശം ബാരിക്കേഡ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. നമ്മളത് ദൃശ്യത്തിലെല്ലാം കണ്ടു. അവിടുത്തെ ആ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്ന മലനിരകളാണ്. വലിയ താഴ്ചയും ആഴങ്ങളും പാറക്കെട്ടുകളും ഒക്കെ നമുക്ക് കാണാം. ബാബ ബുധൻഗിരി മലയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നാണ് നമുക്ക് ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയത്. ഏകദേശം 1000-1500 അടി താഴ്ചയുണ്ട്. ആ താഴ്ചയിലാണ് ആ വെള്ളം വീഴുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് കുട്ടി താഴേക്ക് വീണത്. അതിന് യാതൊരു സംശയമില്ല. നേരത്തെ 4ാം ദിവസം കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താതെ വന്നപ്പം പല സംശയങ്ങളും തട്ടിക്കൊണ്ടുപോയതും അവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പല വണ്ടികളും വിട്ടുപോകുന്നതൊക്കെ നമ്മളെ സംശയം ഉണർത്തി. ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സെൻറ്ററുകളെല്ലാം ഡ്രഗ്സ് അടിച്ച് വരുന്നവർ ധാരാളം ഉണ്ടാവും. രാത്രി 2-3 ദിവസമായിട്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ട് രാത്രി കാലങ്ങളിലൊക്കെ അവിടെ പരിശോധന നടത്തിയെങ്കിലും നമുക്ക് ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് ശ്രീനന്ദയെ കണ്ടു. ഏകദേശം 72 മണിക്കൂറിന് ശേഷം ശ്രീനന്ദയുടെ ബോഡി സ്പോട്ട് ചെയ്തു. ആ സ്ഥലത്തേക്ക് ചെല്ലണമെന്നെങ്കിൽ 10-60 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ച് അതിൻ്റെ താഴെയറ്റത്തുള്ളൊരു ഗ്രാമമുണ്ട്. അവിടെ ചെന്നിട്ട് വേണം ശ്രീനന്ദയുടെ ബോഡി എടുക്കാൻ. അതുകൊണ്ട് ചില താമസങ്ങളുണ്ടായി. എങ്കിലും ബോഡി അവിടുന്ന് എടുത്തു. പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം കൃത്യമായിരുന്നു. തലയ്ക്കേറ്റ മുറിവ്. തലയിടിച്ച് കുട്ടി വീണു മുകളിൽ നിന്ന് താഴേക്ക്. ബുധൻഗിരിയിലെ ആ മലനിരകൾ പലതും നമുക്ക് കാണുമ്പം നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. അതിൻ്റെ അറ്റത്തൊക്കെ എങ്ങനെ പോയി നിൽക്കും, ആ വഴി എങ്ങനെ പോകും, വളരെ ഡേഞ്ചറസ് ആയ സ്ഥലം തന്നെ. അതുപോലെ അവിടെ ഫെൻസിങ് ഉണ്ട് ഈ കുട്ടി വീണെടുത്ത് എന്ന് തന്നെയാണ് അവിടുത്തെ SP പറയുന്നത്. അവിടുത്തെ ചിക്കമംഗളൂരിലെ SP ജിതേന്ദ്രകുമാർ ദയാമ്മ പറയുന്നത് ഇതിനകത്ത് സംശയിക്കാനൊന്നുമില്ല. പോസ്റ്റ്മോർട്ടത്തിലെ കുട്ടി താഴേക്ക് വീണു, ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, അപ്പോൾ തന്നെ മരണപ്പെട്ടു. കുട്ടിയെ കാണാതെ പോയ സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടിൽ വെച്ചാണ് ബന്ധുക്കളായ 2 പെൺകുട്ടികൾ അവിടുന്ന് സെൽഫി എടുത്തത്. അതിനുശേഷം അവർ വണ്ടിയുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. സെൽഫി എടുക്കുമ്പോൾ ഇതുപോലുള്ള റിസ്കി പ്ലേസിൽ നിന്നൊക്കെ സെൽഫി എടുക്കുന്നത് കുട്ടികൾക്ക് വലിയ ഹാരമാണ്. അപകടം ഉള്ള മുനകളാണവിടെ, മുനമ്പുകളാണവിടെ. എന്തായാലും കുട്ടി സെൽഫി എടുത്ത സമയത്ത് താഴെ പോകാനുള്ള, അല്ലെങ്കിൽ എടുത്ത ശേഷം നീങ്ങിയപ്പം താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഏതായാലും അതൊരു വീഴ്ചയാണ്. മുകളിൽ നിന്ന് താഴേക്ക് പോയി. കുട്ടി പോലും പ്രതീക്ഷിച്ചില്ല. ആ സെൽഫിയിൽ ആ കുട്ടി കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പെൺകുട്ടികളെടുത്ത സെൽഫിയിൽ അതിനകത്ത്
ഒരു പെൺകുട്ടിയുടെ പിന്നിൽ കൂടെ മായുന്ന ശ്രീനന്ദയെ നമുക്ക് കാണാം. ഏതായാലും സെൽഫി എടുത്തപ്പോൾ ഒരു വീഴ്ചയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപകടമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ കഴിവുള്ളിടത്തോളം പോകാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കുള്ളൂ. ഏതായാലും ആ സ്ഥലങ്ങളെല്ലാവരെയും ആകർഷിക്കും. അത്ര ചെങ്കുത്തായ പാറ നിരകളും അങ്ങനെയുള്ള വശ്യകരമായ ഒരു ഭൂപ്രദേശം തന്നെയാണ് അവിടെ എന്നുള്ള സംശയമില്ല. പക്ഷേ നമുക്ക് അപകടം ഇങ്ങനെയുള്ള സ്ഥലത്ത് ധാരാളം പതുങ്ങിയിരിപ്പുണ്ട്. എപ്പോഴാണ് അപകടം വരുന്നതെന്ന് പറയാൻ ഒക്കില്ല. ധാരാളം ആൾക്കാർ അവിടെ വന്നു പോകുന്നത് നമുക്കിപ്പോഴും കാണാം. രാത്രിയും പകലുമൊക്കെ ഈ മലമ്പ്രദേശം, ഈ സ്ഥലം, ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഈ ചിക്കമംഗളൂർ ഈ സ്ഥലത്ത് എത്താറുണ്ട്. വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശം തന്നെയാണ് ചിക്കമംഗളൂർ. ധാരാളം മലയാളികൾ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ധാരാളം കൃഷി സ്ഥലങ്ങൾ മലയാളികൾക്ക് അവിടെ ഉണ്ട്. ആ പ്രദേശം ഈ മലനിരയുടെ അടുത്ത് തന്നെയാണ്. എന്തായാലും ആ കുട്ടിയുടെ ചിരിക്കുന്ന മുഖം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാറിപ്പോവില്ല. ഏതായാലും ഇനി ശ്രീനന്ദ അപ്പനും അമ്മയ്ക്കും ആ നാട്ടുകാർക്കും നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മ മാത്രമാണ്.